തൃശൂർ പീച്ചിയിൽ വീണ്ടും ഭൂമിക്കടിയിൽ നിന്ന് അതിശക്തമായ മുഴക്കം കേട്ടതായി നാട്ടുകാർ. പള്ളിക്കുന്ന്, തെക്കേക്കുളം, ജണ്ടമുക്ക് തുടങ്ങിയ ഭാഗങ്ങളിലാണ് മുഴക്കം കേട്ടത്. പള്ളിക്കുന്ന് പ്രദേശത്തെ 20 വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. സംഭവം ഉണ്ടായ സമയത്ത് ഞാൻ കൊച്ചിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലാസ്റ്റ് റൂമിൽ. അപ്പോൾ ഭയങ്കര സൗണ്ട് കേട്ടു. ഒരു മുകളിലായതുകൊണ്ട് ഭയങ്കര ജെർക്കിങ് പോലെ ഉണ്ടായി. അപ്പോൾ ഞാൻ ഇറങ്ങി ആക്ച്വലി അവിടെ നിന്ന് ഓടി വന്നപ്പോഴേക്കും ഗ്രൂപ്പിൽ മെസ്സേജ് വന്ന് ഇങ്ങനെ സൗണ്ട് ഉണ്ടായോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞങ്ങളാകെ പേടിച്ചു. പിന്നെ റൂമുകളെല്ലാം പരിശോധിച്ചപ്പോൾ ഫുൾ ഇങ്ങനെ ചിന്നലുകൾ ഉണ്ടായി. എല്ലാ റൂമുകളിലും ബാത്റൂമിലും ഒക്കെ ഫുൾ ചിന്നൽ. പിന്നെ ഒരു സ്ഥലത്തെ ചിന്നൽ ചെറിയ കഴിഞ്ഞ പ്രാവശ്യം വന്നതിൻ്റെ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു, അതിപ്പോൾ വലുതാവുകയും ചെയ്തു. പിന്നെ വളരെയധികം നാശനഷ്ടങ്ങളുണ്ടായി. ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, വീണ്ടും ഉണ്ടാകുന്ന ഈ മുഴക്കത്തെ പറ്റി എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്? എന്താണ് സംഭവിക്കുന്നത് പീച്ചിയിൽ? എന്താണ് ഈ മുഴക്കത്തിന് കാരണം എന്നുള്ള കാര്യം വ്യക്തമല്ല. മാത്രമല്ല, ഈ പീച്ചി ഡാമിൻ്റെ പരിസരത്താണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പള്ളിക്കുന്ന് ഭാഗത്ത് 20ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ചെറിയ തോതിൽ വിള്ളലുകളൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഭൂചലനം ഉണ്ടായിട്ടില്ല, പക്ഷേ ഭൂമിക്കടിയിൽ നിന്നും വലിയ മുഴക്കം കേൾക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നേരത്തെ പുത്തൂർ ഭാഗത്ത് സമാനമായ രീതിക്ക് ചെമ്പങ്കണ്ടം ഭാഗത്തൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ ഭൂമിക്കടിയിൽ നിന്നും മുഴക്കം കേട്ടിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ 2 വർഷം മുൻപാണ്. അതും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിരുന്നില്ല. തുടർച്ചയായ കുറച്ച് ദിവസങ്ങളിൽ സമാനമായ രീതിക്ക് ഇത്തരത്തിലുള്ള മുഴക്കം കേൾക്കുന്നു എന്ന് മാത്രമാണ് അന്ന് കണ്ടെത്താനായി കഴിഞ്ഞത്. അത് ഒരുപക്ഷെ ഭൂമിക്കടിയിലെ ഈ പാളികൾ നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ജിയോളജി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഭൂചലനവും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പക്ഷേ മുഴക്കം മാത്രമല്ല, ഭൂചലനം ഉണ്ടായി. ഇന്ന് പക്ഷേ ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കം മാത്രമാണ് കേട്ടത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് അധികൃതർ നൽകുന്നത്. പക്ഷേ ജനങ്ങൾക്കിടയിൽ ആശങ്ക തീരുന്നില്ല. കാരണം തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് അവർക്ക് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, വീടുകൾക്കൊക്കെ തന്നെ നേരിയ തോതിൽ കേടുപാടുകൾ സംഭവിക്കുന്നുമുണ്ട്. ശരി, തൃശൂർ പീച്ചിയിലാണ് വീണ്ടും മുഴക്കം കേൾക്കുന്നു എന്നുള്ള പരാതി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആളുകൾക്ക് ആ ഭയം ഉണ്ടാകുന്നത്, അതിൻ്റെ അലയൊലികളും ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യം അവർ പറയുകയാണ്.